ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ദൃശ്യം 3യെ കുറിച്ചുള്ള ഒരു വൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യം 3യുടെ മുഴുവൻ അവകാശങ്ങളും, അതായത് തിയേറ്റർ റൈറ്റ്സും ഡിജിറ്റൽ റൈറ്റ്സും ആശീർവാദ് സിനിമാസ് പനോരമ സ്റ്റുഡിയോസിന് 160 കോടി രൂപയ്ക്കാണ് വിറ്റത് എന്ന് നമ്മൾ നേരത്തെ അറിയിച്ചതാണല്ലോ. 160 കോടി രൂപ എന്ന് പറയുന്നത് ഒരു ഷൂട്ടിംഗ് തീരാത്ത മലയാള സിനിമയെ സംബന്ധിച്ചൊരു വലിയ ബിസിനസ് ഫിഗറാണ്. വരും എന്ന സിനിമയുടെ നിർമ്മാതാവ് എം രഞ്ജിത്ത് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് 160 കോടി രൂപയല്ല 350 കോടിക്കാണ് എല്ലാ റൈറ്റ്സും വിറ്റത് എന്നാണ്. വാർത്ത സത്യമാണെങ്കിൽ അതൊരു വൻ അച്ചീവ്മെന്റ് ആയി തന്നെ നമ്മൾ കണക്കാക്കണം. 3യെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ അപ്ഡേറ്റ് ആയിട്ട് ദൃശ്യം 3യുടെ ടീസർ വരുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജനുവരി 1-ാം തീയതി ടീസർ ഇറക്കാനാണ് മൂവി ടീം നോക്കുന്നത്. അടുത്തതായി L365 എന്ന സിനിമയെ കുറിച്ചുള്ള വൻ അപ്ഡേറ്റ് ആണ്. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കിയ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കാനിരുന്ന L365 എന്ന സിനിമയിൽ നിന്നും സംവിധായകനെ മാറ്റിയിരിക്കുന്നു. ഓസ്റ്റിൻ ഡാൻ തോമസ് സംവിധാനം ചെയ്യാനിരുന്ന ഈ സിനിമ തരുൺ മൂർത്തിയാണ് ഇനി ഡയറക്ട് ചെയ്യുക. വരും എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടനും തരുൺ മൂർത്തിയും ബിനു പപ്പും എല്ലാം വീണ്ടും ഒന്നിക്കുന്ന സിനിമയായിരിക്കും L365. ഇതിനെ പറ്റിയുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് ആഷിഖ് ഉസ്മാൻ തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുണ്ട്. ഇരിക്കാം സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾക്കായി. ഡിസംബർ 5-ാം തീയതി റിലീസ് ചെയ്യുന്ന മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നായകന്റെയും പ്രതിനായകന്റെയും ഇന്റർവ്യൂകളും മറ്റു പ്രൊമോഷൻ വർക്കുകളുമായി തകൃതിയായി തന്നെ പ്രൊമോഷൻ വർക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴിതാ സിനിമയുടെ റിലീസ് ഇവന്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നമുക്കിത് ലൈവ് കാണാവുന്നതാണ്. ലൂസിഫറിനും എമ്പുരാനും ബ്രോഡാഡിക്കും ശേഷം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനാകുന്നു. സിനിമയെക്കുറിച്ചുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലെങ്കിലും അനിയൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ചേട്ടൻ കസറുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ലാലേട്ടൻ നായകനാവുന്ന ദൃശ്യം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലാണല്ലോ. ഇതിനിടയിൽ തുടക്കം എന്ന സിനിമയിലും മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാളെയും മറ്റന്നാളും ജയിലർ 2ന്റെ ഷൂട്ടിങ്ങിനാണ് ലാലേട്ടൻ പോകുന്നത്. ജയിലർ 2ന്റെ 2 ദിവസത്തെ ഷൂട്ടിന് ശേഷം പാട്രിയോട്ട് എന്ന സിനിമയിലായിരിക്കും ലാലേട്ടൻ ജോയിൻ ചെയ്യുക. പേട്ട എന്ന സിനിമയ്ക്ക് ശേഷം വിജയ് സേതുപതി ജയിലർ 2ൽ ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിക്കുന്നു എന്നുള്ളതും ജയിലർ 2നെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. യോഗ ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമയാണല്ലോ. സിനിമയുടെ 2-ാം ഭാഗത്തിന്റെ തിരക്കഥാ വർക്കുകൾ ആരംഭിച്ചതായി മൂവി ടീം അറിയിക്കുന്നുണ്ട്. സിനിമയുടെ ഡയറക്ടറായ ഡൊമിനിക് അരുണും ശാന്തി ബാലചന്ദ്രനുമാണ് തിരക്കഥ കൈകാര്യം ചെയ്യുന്നത്. STR നായകനാവുന്ന അരസൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഡിസംബർ 8-ാം തീയതി ആരംഭിക്കാൻ പോകുന്നു. ചിലംബരശനെ കൂടാതെ ആൻഡ്രിയയും വിജയ് സേതുപതിയും എല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയിൽ ഒരു നായിക കഥാപാത്രത്തെ ആര് ചെയ്യുമെന്ന് തീരുമാനമായിട്ടില്ല. തിരിക്കാം സിനിമയുടെ മറ്റു വിശേഷങ്ങൾക്കായി.